പ്രശ്നങ്ങൾ ബാധിത മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റുന്നുണ്ട്. എൻ്റെ പിന്നിൽ കാണുന്നത് ഇതിപ്പോൾ അന്തർ സംസ്ഥാന പാതയാണ്. വണ്ണപ്പുറം കമ്പംമേട്ടിലേക്ക് പോകുന്ന പാതയാണ്, കമ്പം വരെ പോകുന്ന പാതയാണ്. ഈ പാത ഏതാണ്ട് പൂർണ്ണമായും ഗതാഗത തടസ്സമാണ്. കാരണം വെള്ളം ഈ പുഴ നിറഞ്ഞൊഴുകി പരന്നൊഴുകുകയാണ്. അതുകൊണ്ട് തന്നെ റോഡിലേക്ക് വെള്ളം കയറിയിരിക്കുന്നു. അവിടെ ഗതാഗതം സാധ്യമല്ല. കാരണം നമുക്കറിയാം, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നോക്കിയാൽ കാണാൻ കഴിയും, വലിയ അളവിൽ വെള്ളം റോഡിലേക്ക് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ ഇതുവഴി കടന്നു പോകൂ. ഇപ്പോൾ പൂർണ്ണമായും ഗതാഗതം തടസ്സം നേരിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം ഇറങ്ങിയതാണ്. കല്ലാർ ഡാം തുറന്നിട്ടുണ്ട്. മഴ മാറി നിൽക്കുകയാണ്. അതിനെ തുടർന്ന് വെള്ളം കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും, ഇവിടെ ഈ വീടിൻ്റെ ഏതാണ്ട് സിറ്റ് ഔട്ടിനോടൊപ്പം തന്നെ വെള്ളം കയറിയിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തു നിന്ന് മഴ കുറഞ്ഞു. അതോടൊപ്പം തന്നെ ഡാമിലെ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കാനും തുടങ്ങിയതിനെ തുടർന്ന് ജലനിരപ്പ് പുഴയിൽ കുറഞ്ഞിട്ടുണ്ട്. ഈ മേഖലയിൽ ഏതൊക്കെ പ്രദേശത്താണ് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളത്? ഇവിടെ താന്നിമൂട്, പതിനിച്ചിപ്പടി, കല്ലാറ്, അപ്പുറത്തെ തക്കാളി വളവ്, ഇത്രയും പ്രദേശത്തു നിന്നാണ് രാവിലെ ആളുകൾ വിളിച്ചത്. ഒരു 4 മണിയായപ്പം തൊട്ട് മെമ്പർ ഇതുപോലെ വെള്ളം കയറുന്നു, വീടുകളിലേക്ക് എത്തുന്നു എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു. ഡാം തുറക്കുന്ന കാര്യത്തെക്കുറിച്ച് KCB വിളിക്കാവോ എന്നൊക്കെ ചോദിച്ചാണ് വിളിച്ചത്. KCB വിളിച്ചപ്പോൾ അവർ ഡാം തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ രാത്രിയാണെങ്കിലും അന്നേരം തന്നെ ഞാനും ഇറങ്ങി വന്നപ്പോൾ ഇവിടെ പിന്നെ കുറച്ച് ആളുകളേ ഉള്ളൂ. എല്ലാവരും തന്നെ അറിഞ്ഞിട്ടില്ല, വെള്ളം ഇങ്ങനെ പോകുന്ന കാര്യത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് പേരെയൊക്കെ വിളിച്ചു പറഞ്ഞു, പരസ്പരം വിളിച്ച ആളുകളെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ കുറേ അധികം ആളുകൾ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ? അത്തരം പ്രശ്നം, അടിയന്തര സാഹചര്യം നേരിടുന്ന പ്രദേശങ്ങളുണ്ടോ? നമ്മുടെ വാർഡിൽ അങ്ങനെ പ്രശ്നമില്ല. ഇതിൻ്റെ ഒരു സൈഡാണ് എൻ്റെ വാർഡ്. അവിടെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമില്ല. അല്ലാതെ വഴികൾ ബ്ലോക്ക് ആയതും മണ്ണിടിച്ചിലുള്ള പ്രദേശങ്ങളും പിന്നെ നമ്മുടെ വാർഡിലുള്ള ആളുകളുടെ തന്നെയായിരുന്നു. ഒരു ലോഡ് തടി അവിടെ അടുക്കിയിട്ടുണ്ടായിരുന്നു, അത് മുഴുവൻ ഒഴുകിപ്പോയി. എവിടെയാണ്? ഇവിടെ കുറച്ച് തടി മരക്കച്ചവടക്കാരനാണ്, അദ്ദേഹം തടി കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. മുഴുവൻ പോയോ? മുഴുവൻ നമ്മുടെ വഴി പോകുമായിരുന്നു. രാവിലെ നോക്കിയിരുന്നപ്പോൾ തന്നെ ഒരു 5 മണിയോട് കൂടി ആളാണ്. അപ്പം അപ്രതീക്ഷിതമായിട്ട് വന്നതല്ലേ. അപ്പം നമ്മൾ വന്നപ്പോൾ നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും തടി ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വെള്ളം കയറിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ വീട്ടിലൊക്കെ വെള്ളം കയറിക്കും. അവരെ വയ്യാതിരിക്കുന്ന അമ്മയൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ എടുത്തുകൊണ്ട് പോയി കന്നുകാലികളെയൊക്കെ മാറ്റി അത് കൊടുക്കുമായിരുന്നു. എത്ര രൂപയുടെ നഷ്ടമുണ്ട്? ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളമുള്ള തടിക്ക് പോയിട്ടുണ്ട് നമുക്ക് ഒഴുകി പോയി. ഒട്ടും കിട്ടിയില്ല? ഒട്ടും കിട്ടിയിട്ടില്ല. ഈ പിടിച്ചിട്ടേക്കുന്ന ആ തടിയാണോ? അത് ഒഴുകി പോയി നിൽക്കുന്ന അത്. വലിയ നഷ്ടം ഈ പ്രശ്നങ്ങൾ പറയുന്നത്. അപ്പോൾ ജെയിനിപ്പോൾ നിൽക്കുന്ന ഇടത്തെ കാര്യങ്ങളും പ്രേക്ഷകർ കാണുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പം പെട്ടെന്നുണ്ടായ ഒരു ശക്തമായ മഴ, അതാണ് ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ പോയത്. അപ്പോൾ പല വിധത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. പ്രശ്നബാധിത മേഖലയിലെ ജനങ്ങളെയൊക്കെ മാറ്റി പാർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇടുക്കിയിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്.